നിങ്ങളിപ്പോ എത്ര പൈസയ്ക്കാണ് വൈദ്യുതി മേടിച്ചത്? 4 രൂപ 29 പൈസ ഒരു യൂണിറ്റിന് 25 വർഷത്തേക്ക് എഗ്രിമെന്റ് വെച്ചത് റദ്ദാക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചത് 8 രൂപ മുതൽ 14 രൂപ വരെ 30 പൈസയ്ക്കാണ്. അങ്ങ് അവിടെ ഇരിക്കും, അങ്ങേക്ക് മറുപടി പറയാനുള്ള അവസരം കിട്ടും. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. പവർ കട്ട് ഇല്ലാത്ത 10 വർഷം അതായിരുന്നു പിണറായി സർക്കാരിന്റെ വലിയ അവകാശവാദം. പക്ഷേ ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണ്? വീണ്ടും പവർ കട്ട്, വീണ്ടും ഇരുട്ട്, വൈദ്യുതി ഉൽപാദനത്തിൽ കുറവ്, പദ്ധതികളുടെ വൈകിപ്പ്, മാനേജ്മെന്റിലെ വീഴ്ചകൾ, ഇവയെല്ലാം ചേർന്നപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്. UDF സർക്കാർ കൊണ്ടുവന്ന കരാറുകൾ റദ്ദാക്കിയതിന്റെ ഫലമാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഒരു സർക്കാർ പറഞ്ഞ വാഗ്ദാനം പാലിക്കാൻ കഴിയാതെ പോയാൽ അത് കഴിവുകേടിന്റെ തെളിവല്ലേ? ഇത് ഒരു സാധാരണ പ്രശ്നമല്ല, ഭരണത്തിന്റെ കാര്യക്ഷമത ചോദ്യം ചെയ്യുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ കൂടുതൽ വിശദമായ ചർച്ചകൾക്കായി വീഡിയോ മുഴുവനായി കാണുക. വൈദ്യുതി ബോർഡ് ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി. ഒരു യൂണിറ്റിന് 20 പൈസ കുറച്ചു കൊടുത്തു. ഒരു യൂണിറ്റിന് അതുവരെയുള്ള കടങ്ങൾ കുറച്ചു. 2016 ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ കടം 1083 കോടിയാണ്. ഇപ്പൊ വൈദ്യുതി ബോർഡിന്റെ കടം എത്രയാ? വൈദ്യുതി ബോർഡിന്റെ കടം 45,000 കോടി. ഉമ്മൻചാണ്ടി സർക്കാർ 25 വർഷത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി 4 രൂപ 29 പൈസക്ക് വൈദ്യുതി മേടിക്കാൻ. 7 കൊല്ലം നിങ്ങൾ വാങ്ങിച്ചു, അതേ ഗവൺമെന്റ് വാങ്ങിച്ചു ഈ വിലക്ക്. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ആ വൈദ്യുതി കരാർ റദ്ദാക്കി. ഞങ്ങൾ അതിനെ എതിർത്തില്ല. ഞാൻ പറഞ്ഞു 4 രൂപ 29 പൈസക്ക് വൈദ്യുതി മേടിച്ചത് അഴിമതിയാണെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യും. 1 പൈസ കുറച്ച് നിങ്ങൾ വൈദ്യുതി മേടിച്ചാൽ മതി. നിങ്ങളിപ്പോ എത്ര പൈസയ്ക്കാണ് വൈദ്യുതി മേടിച്ചത്? 4 രൂപ 29 പൈസ ഒരു യൂണിറ്റിന് 25 വർഷത്തേക്ക് എഗ്രിമെന്റ് വെച്ചത് റദ്ദാക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചത് 8 രൂപ മുതൽ 14 രൂപ വരെ 30 പൈസയ്ക്കാണ്. അങ്ങ് അവിടെ ഇരിക്കും, അങ്ങേക്ക് മറുപടി പറയാനുള്ള അവസരം കിട്ടും. 8 രൂപ മുതൽ 14 രൂപ 30 പൈസയ്ക്ക് വരെ മേടിക്കുക. ഒരു ദിവസം 15 കോടി 20 കോടി ഈ വൈദ്യുതി ബോർഡ് നഷ്ടമുണ്ടാക്കുകയാണ് മാസങ്ങളായിട്ട്. അവസാനം അതിന്റെ പാപഭാരം ആരുടെ തലയില? ജനങ്ങളുടെ തലയിൽ. നിങ്ങൾ ഇപ്രാവശ്യം കൂട്ടിയപ്പോ 2 പ്രാവശ്യത്തെ വൈദ്യുതി ചാർജ് ഒരുമിച്ച് കൂട്ടി. ഇപ്പോഴത്തെ കൂട്ടൽ കൊണ്ട് മാർച്ച് മുതൽ നിങ്ങൾ കൂട്ടി. അപ്പൊ ഒരു പ്രഖ്യാപനം വേണ്ട. മാർച്ച് മുതൽ ആളുകൾക്ക് ബില്ല് വരുമ്പോ അവരുടെ വൈദ്യുതി ചാർജ് കൂടി. നിങ്ങൾ ഉണ്ടാക്കി വെച്ച കെടുകാര്യസ്ഥത, നിങ്ങൾ അവിടെ നടത്തിയ അഴിമതി, അദാനിയുടെ കമ്പനിക്ക് അത് കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടി, അത് റദ്ദാക്കിയത് 4 രൂപ 29 പൈസക്ക് ഉണ്ടായിരുന്ന എഗ്രിമെന്റ് റദ്ദാക്കി 14 രൂപ 30 പൈസക്ക് പുറത്തു നിന്ന് വൈദ്യുതി മേടിച്ച ഗവൺമെന്റാണിത്. പവർ കട്ടില്ലാതായതിന് കാരണം നമുക്ക് ഗ്രിഡ് ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഗ്രിഡിൻ്റെ നിർമ്മാണം UDF സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. അത് പിന്നീട് പൂർത്തീകരിച്ചു. അപ്പോൾ ഗ്രിഡ് ഉണ്ടാകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വൈദ്യുതി വാങ്ങാൻ കഴിയും എന്നുള്ളതാണ്. വൈദ്യുതി വാങ്ങാൻ കഴിയുമെന്ന് മാത്രമല്ല, പവർ എക്സ്ചേഞ്ച് നടക്കും. നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ പീക്ക് ടൈമിലല്ല, നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മറ്റുള്ളവർക്ക് കൊടുക്കാം. പീക്ക് ടൈമിൽ നമുക്ക് അവിടെ നിന്ന് വൈദ്യുതി കൊണ്ടുവരികയും ചെയ്യാം. ഒരു സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വൈദ്യുതി വാങ്ങി നമ്മളിപ്പോൾ മൊത്തം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 80% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. മീൻസ് സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് വരുന്ന വൈദ്യുതിയാണ്. എങ്ങനെയാണ് ആ വൈദ്യുതി വാങ്ങിയ കരാറുണ്ടായത്? അത് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ ഒപ്പിട്ട ഒരു കരാറാണ്. പക്ഷേ ആ കരാർ പ്രകാരം UDF സർക്കാർ വൈദ്യുതി വാങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് പവർ കട്ടുണ്ടായത്. അത് ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ്. പിന്നീട് MM മണി വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത് 1ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് ആ കരാർ പ്രകാരം വൈദ്യുതി വാങ്ങാൻ തുടങ്ങിയത്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പവർ കട്ടില്ലാതാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ പവർ കട്ടില്ലാതെ 2016 മുതൽ ഏതാണ്ട് 2022-2023 വരെ നമ്മളിത് പവർ കട്ട് ഈ വൈദ്യുതി വാങ്ങി പവർ കട്ടില്ലാതെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിലവിൽ നമ്മൾ വൈദ്യുതി വാങ്ങിക്കൊണ്ടിരുന്ന കരാറ് പ്രൊസീജിയറുകൾ പാലിച്ചല്ല എന്ന് കണ്ടെത്തുകയും അത് റദ്ദാക്കുകയും ചെയ്തു. പ്രൊസീജിയറുകൾ പാലിച്ചല്ല എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷൻ അനുമതിയില്ലാതെയാണ് ഈ കരാർ ഒപ്പിട്ടതെന്നായിരുന്നു ആ കമ്മീഷനെ കണ്ടെത്തൽ. ഇപ്പോൾ നമ്മൾ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്തോ കോടതിയാണെന്ന് വിചാരിക്കരുത്. അത് പൊളിറ്റിക്കൽ നിയമനമാണ്. TK ജോസ്, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനായ TK ജോസാണ് അതിൻ്റെ അധ്യക്ഷൻ. ഒരു B പ്രദീപ് ആണ് അതിൻ്റെ, അതും പൊളിറ്റിക്കൽ നിയമനമാണ്. അതിൻ്റെ കമ്മീഷൻ മെമ്പർ B പ്രദീപ് എന്ന് പറഞ്ഞാൽ S ശർമ്മയുടെ കാലത്ത് വൈദ്യുതി മന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഈ B പ്രദീപ്. അവർ രണ്ടും പൊളിറ്റിക്കൽ നിയമനമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ നിയമനം നടത്തുന്ന ഈ കമ്മീഷൻ കണ്ടെത്തുകയാണ് ഇത് പ്രൊസീജിയർ പാലിച്ചത് റദ്ദാക്കണമെന്ന് പറയുന്നു. പിന്നീട് ദീർഘകാലത്തെ വാദത്തിനുള്ളിൽ അത് കരാർ പൂർണ്ണമായി റദ്ദാക്കുന്നു. പൂർണ്ണമായി റദ്ദായി കഴിഞ്ഞപ്പോഴാണ് ഇതിലെ പ്രശ്നം. നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന കരാറാണ്, വെറും 4 രൂപ സംതിങ് പൈസയ്ക്കാണ് ഈ വൈദ്യുതി വാങ്ങുന്നത്. ഇത് റദ്ദാക്കി കഴിഞ്ഞപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വിലയ്ക്ക് പോലും വൈദ്യുതി നൽകാൻ മറ്റ് കമ്പനികൾ തയ്യാറാവുന്നില്ല. 9 രൂപയ്ക്കും 10 രൂപയ്ക്കും 14 രൂപ വരെ പീക്ക് ടൈമിൽ നമുക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരും. അത് വൻ തോതിലുള്ള നഷ്ടം KSEBക്ക് ഉണ്ടാക്കുന്നു. ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഇത് പ്രതിസന്ധിയിലാവുന്നത്. യഥാർത്ഥത്തിൽ ആര്യാടൻ മുഹമ്മദ് അഴിമതി നടത്തി എന്നായിരുന്നു ആരോപണം.
ഈ കരാർ ഒപ്പിടാൻ വേണ്ടി അഴിമതി നടത്തി. ഇപ്പോൾ അഴിമതി നടന്നു തന്നെ ഇരിക്കട്ടെ, അഴിമതി നടന്നാൽ പോലും ആ കാലത്ത് അത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ പൈസയ്ക്ക് ലഭിക്കുന്ന വൈദ്യുതിയാണ്, ദീർഘകാലം 25 വർഷത്തേക്കാണ്. അപ്പോൾ അഴിമതി നടന്നിട്ടില്ല എന്ന് പിന്നീട് കണ്ടെത്തി വിജിലൻസ് അന്വേഷണത്തിൽ. ഈ കരാറിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തി. പിന്നീട് ഈ കരാർ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമായി. അതായത് ഈ വൈദ്യുതി കമ്മീഷൻ റദ്ദാക്കി കരാർ റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കമ്മീഷൻ ഉത്തരവിനെതിരെ ട്രൈബ്യൂണലിൽ പോയി. ട്രൈബ്യൂണൽ അത് തള്ളി. ട്രൈബ്യൂണൽ തള്ളിയ കേസ് പിന്നീട് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് സർക്കാർ. ഇതുവരെ ആ കേസ് ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആര്യാടൻ മുഹമ്മദ് ഒപ്പിട്ട കരാർ ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പവർ എക്സ്ചേഞ്ച് പ്രകാരം വിപണി വിലയിൽ അപ്പോൾ പവർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോൾ ഈ പവർ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന 20% വൈദ്യുതി ഉണ്ടല്ലോ, ഹൈഡ്രോ ഇലക്ട്രിക് വൈദ്യുതിയാണ്. ആ വൈദ്യുതി യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് പീക്ക് ടൈമിൽ വരുന്ന ലോഡ് മറികടക്കാൻ വേണ്ടിയാണ് വൈദ്യുതി ഉപയോഗിക്കുക. ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് വെച്ചാൽ റിസർവറുകളിൽ വെള്ളമില്ല. അപ്പോൾ വെള്ളമില്ലാത്തതിൻ്റെ കാരണം മിസ്മാനേജ്മെൻ്റ് ആണെന്നുള്ളത് വേറെ പരിശോധിക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ടും മഴ കുറവാണ്. ഈ വർഷം മഴ കുറവാണ്, കഴിഞ്ഞ വർഷം മഴ കുറവാണ്. മഴ കുറവാകുമ്പോൾ അത് എന്താണ്, ടൈംലി ആ വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യുക. വെള്ളം സ്റ്റോർ ചെയ്യുക, ടൈംലി ഉപയോഗിക്കുക, ലോഡ് വരുന്ന സമയത്തേക്ക് ഉപയോഗിക്കാൻ മാത്രമേ വെള്ളം ഉണ്ടാവുക. ഇങ്ങനെയുള്ള കുറേയധികം ഡാം മാനേജ്മെൻറ്റിൽ കുറേയധികം കാര്യങ്ങളുണ്ട്. അതുണ്ടായെന്നുള്ളത് നമ്മൾ വേറെ തന്നെ പരിശോധിക്കണം. ഇവിടുത്തെ കുഴപ്പം ഒന്ന് ഉൽപ്പാദനം കുറവാണ് റിസർവറുകളിൽ. പീക്ക് ടൈമിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ലോഡ് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തേണ്ടി വരുന്നു. ഇതാണ്. അപ്പോൾ സ്ഥിരമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ അധിക വിലയ്ക്ക്, ഇരട്ടിയിലധികം വിലയ്ക്ക് വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. പീക്ക് അവറിൽ നമുക്ക് വേണ്ട ഉൽപ്പാദനം നടത്താൻ അവർക്ക് കഴിയുന്നില്ല. ഈ 3 പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ പ്രശ്നം ഈ സർക്കാർ തന്നെ വരുത്തി വെച്ചതാണ്. ഒന്ന്, ആ കരാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നഷ്ടം. ഇപ്പം നമ്മൾ ഈ കരാർ റദ്ദാക്കിയതിൻ്റെ വേറെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ബിൽ സെസ് എന്ന് പറഞ്ഞിട്ട് ചാർജ് അടിച്ചു വരുന്നുണ്ട്. നമ്മുടെ വൈദ്യുതി ബില്ലുണ്ടാകുന്ന വർധന നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആ വർധന ഉണ്ടാകുന്നതിന് കാരണം ഈ കരാർ റദ്ദാക്കിയതാണ്. എന്തിനാണ് ആ കരാർ റദ്ദാക്കിയത്? അതിൽ അഴിമതി ഉണ്ടായിരുന്നില്ലെങ്കിൽ, ആ കരാർ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇത് ഈ സർക്കാരിൻ്റെ പരാജയമാണെന്ന് സമ്മതിക്കണം. അതിന് പകരം ഈ സർക്കാർ എന്താണ് ചെയ്തത്? പവർ കട്ടില്ലാത്ത 10 വർഷം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒപ്പിട്ട കരാർ റദ്ദാക്കിയിട്ട് ആ സർക്കാരിനെ തന്നെ ഇരുണ്ട കാലം എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും സത്യസന്ധമല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രചാരണം നടത്തിയിട്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ കാര്യങ്ങൾ, ഈ വസ്തുതകൾ മുന്നിൽ വെച്ച് അതിനെ കൗണ്ടർ ചെയ്യാൻ കോൺഗ്രസിനോ UDF-നോ കഴിഞ്ഞോ? എനിക്ക് തോന്നുന്നില്ല. അസംബ്ലിയിൽ എന്തൊക്കെയോ ഡിബേറ്റ് ഉണ്ടായെന്നല്ലാതെ അതൊരു രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കാൻ, ഈ റദ്ദാക്കിയ കരാറിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കാരണം. ഇനി ഇത് മറികടക്കാൻ വേണ്ടി ചിലപ്പോൾ വൈദ്യുതി വാങ്ങുകയോ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ഇപ്പോൾ ഒരു കാവൽ മന്ത്രിസഭയാണുള്ളത്, അവർ വൈദ്യുതി വാങ്ങുമായിരിക്കും. പക്ഷേ അപ്പോഴും അതിൻ്റെ ഭാരം നമ്മുടെ ചുമലിലാണ്. നമ്മുടെ ബില്ലിൽ നമ്മളൊന്ന് സൂക്ഷ്മമായി നോക്കിയാൽ മതി. സെസ് ചാർജുകൾ കൂടി വരുന്നുണ്ട്. കുറെ നാളുകളായിട്ട് പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ മക്കളെ എന്ന് ചോദിച്ച് നടന്നവരൊന്നും ചർച്ചയിലില്ല. ഹാഷ്മി, എന്തുകൊണ്ടാണ് CPM നേതാക്കന്മാരെ ചർച്ച? കാരണം അവരല്ലേ രാഷ്ട്രീയമായിട്ട് ഇതിന്റെ മറുപടി. കാരണം CPM-കാരെ നിങ്ങളെന്താ ചർച്ചയിൽ കൊണ്ടുവരാത്തത്? പകരം ആ ഡേർട്ടി വർക്ക് മുഴുവൻ ഇവന്മാർ കാണിച്ച ഇമാതിരി തെമ്മാടിത്തത്തിന്റെ PR മുഴുവൻ ന്യായീകരിക്കാൻ ഈ പാവം മനുഷ്യൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചാനലുകളിൽ നടക്കല്ലേ. എങ്ങനെ പ്രകോപിതരാവാതിരിക്കും? ഈ ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായിട്ടും പൊരുത്തക്കേടും പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പ്രകോപിതനാവും, അദ്ദേഹം ഷൗട്ട് ചെയ്യും. നമ്മൾ അദ്ദേഹത്തെ പ്രകോപിതരാവാതെ മുകളിൽ ചൂട് പോകുന്ന പുഴുകുന്ന കാലമാണ്. ആ കാലം ഇൻഡക്ഷൻ കുക്കർ വെച്ചോണ്ടാണെന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് ന്യായമാണോ? കേക്ക് ഹാഷ്മി, ഞാനത് പറയാം. ഇൻട്രോ ഒന്നും അല്ല പ്രശ്നം. ഞാനും അദ്ദേഹം കൂടി ഇന്നലെ വേറൊരു ചാനലിൽ ചർച്ചയ്ക്കുണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ ദീർഘകാല കരാറിനെ സംബന്ധിച്ച് പറഞ്ഞു. ദീർഘകാല കരാറിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അത് റദ്ദ് ചെയ്തതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. റദ്ദ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് റൗണ്ട് ദ ക്ലോക്ക് എടുക്കുമ്പോൾ, ശരാശരി എടുക്കുമ്പോൾ ആ കരാർ നഷ്ടമായതുകൊണ്ടാണ് ആ കരാർ റദ്ദ് ചെയ്ത് അദ്ദേഹം ശക്തിയുക്ത വാദിച്ചു. ഞാൻ പിന്നീട് ചോദിച്ചു, അങ്ങനെ റദ്ദ് ചെയ്തത് കരാർ റൗണ്ട് ദ ക്ലോക്ക് ശരാശരി നഷ്ടമായതുകൊണ്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ റദ്ദ് ചെയ്തുകൊണ്ട് സർക്കാർ തീരുമാനം എടുത്തെന്ന് വെച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല. ജനങ്ങളുടെ മുമ്പിൽ കള്ളത്തരം പറഞ്ഞ് ന്യായീകരിക്കേണ്ടി വരുന്ന ഒരു പാവം മനുഷ്യന്റെ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം ഞാൻ അതിലേക്ക് വിടുകയാണ്. അദ്ദേഹം ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് കുറെ കൺസംഷനിൽ കൂടുതലുണ്ടായ സംഭവത്തെ കുറിച്ചെല്ലാം പറഞ്ഞു. അദ്ദേഹം എന്തായാലും കൊണ്ടുപോയി കെട്ടുന്നത് ഇൻഡക്ഷൻ കുക്കറിലാണ്. ശരി, ഇനി ഇൻഡക്ഷൻ കുക്കർ തൽക്കാലത്തെ വാദത്തിന് ഞാൻ വേണ്ടി അംഗീകരിക്കാം. ശ്രീ സുരേഷ് കുമാർ ഒന്ന് പറയും, കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന്റെ വൈദ്യുതി ഉൽപാദനം എത്ര കൂട്ടാൻ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചു? പവർ കട്ട് ഇല്ലാത്ത കേരളം എന്നുള്ള വലിയ PR ഇറക്കിയല്ലോ. എത്ര വൈദ്യുതി ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതിന് മറുപടി പറഞ്ഞാൽ മാത്രമേ ആ പവർ കട്ട് ഇല്ലാതായ കേരളത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ CPM-ന് സാധിക്കുള്ളൂ. മനസ്സിലായില്ലേ?
അവിടെ പവർ കട്ട് ഇല്ലാത്ത കേരളം എന്ന് പറഞ്ഞ് ഇവർ പറയുന്നതിനൊന്നും വൈദ്യുതി ഉൽപാദനത്തിന്റെ പുറയിലല്ല. അതിൽ പ്രശ്നം എന്താണ്? അതിൽ ഞാൻ ആത്മാർത്ഥം ഇപ്പൊ സൈലന്റ് വാലി വിട്ടേക്ക്, അവിടെ പ്രശ്നമുണ്ട്. പക്ഷെ അതിരപ്പള്ളി വയബിളായ പ്രൊജക്റ്റ് ആയിരുന്നു. കാര്യം ടർബൈൻ താഴെയാണ്. അപ്പോഴത്തേക്ക് ഉടനെ എല്ലാവരും ഇറങ്ങിയില്ലേ അതിനെതിരെ? ഞാനതിൽ രാഷ്ട്രീയം കാണുന്നില്ല. എല്ലാവരും ഇറങ്ങി, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരും ഇറങ്ങി, പ്രതിപക്ഷ നേതാവ് അടക്കം അതിനെതിരാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഇറങ്ങി. എങ്ങനെയാണെന്ന് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക? ഇല്ല, ആഷ്മി, പരിസ്ഥിതി വാദമൊക്കെ ഉണ്ട്, അതിനകത്തൊന്നും യാതൊരു തർക്കവും ഇല്ല. അതൊക്കെ തീർച്ചയായിട്ടും ഒരു ബാലൻസിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ കരണം തിരിഞ്ഞിറങ്ങി. ഇപ്പൊ അതിരപ്പള്ളിക്കെതിരെ സമരത്തിനിറങ്ങിയതിൽ CPM ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതിരപ്പള്ളി അധികാരത്തിലേക്ക് വന്നപ്പോൾ അതിരപ്പള്ളി നടത്താൻ വേണ്ടി മുൻകൂട്ടി ഇറങ്ങിയവരാണ്. ഞങ്ങൾക്ക് ഇരട്ടത്താപ്പില്ല. ഞങ്ങൾ പരിസ്ഥിതിവാദം ഉണ്ടെങ്കിൽ ആ പരിസ്ഥിതിവാദത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഞാൻ ചോദിക്കുന്നത് അതിരപ്പള്ളിയെ സംബന്ധിച്ച വിധമില്ല. 150 മെഗാവാട്ട് വൈദ്യുതി മാത്രം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഉണ്ടാക്കിയ പ്രോജക്റ്റിൽ 75 മെഗാവാട്ട് മാത്രമേ ഇപ്പോഴും അവർക്ക് എത്താൻ സാധിച്ചുള്ളൂ. ആ പോരായ്മ ഏത് ഇറാൻ US യുദ്ധത്തിന്റെ തലയിൽ കെട്ടിവെക്കും ശ്രീ സുരേഷ് കുമാർ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ പുറപ്പുറം സോളാർ എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലും ജനങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അവർ സോളാർ പദ്ധതി തുടങ്ങി വെച്ചു. കേരളത്തിലെ KSEB ഓഫീസുകളിൽ ആ പുറപ്പുറം സോളാറിൽ ഉണ്ടാക്കുന്ന വൈദ്യുതി സ്വീകരിക്കാനുള്ള ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് അനുവാദം കൊടുക്കാത്ത, അപ്രൂവൽ കൊടുക്കാത്ത എത്ര അപേക്ഷയുണ്ടെന്ന് സുരേഷ് കുമാർ ഒന്ന് പറ. കേരളത്തിലെ KSEB ഓഫീസുകൾ മുഴുവൻ 1000 രൂപ ഫീസ് അടച്ചതിന് ശേഷവും അവർ ഇൻവെസ്റ്റ് ചെയ്ത് പുറപ്പുറം സോളാർ വെച്ചതിന് ശേഷവും അത് ഗ്രിഡിലേക്ക് കൊടുക്കാൻ കഴിയാതെ ഇവർ പെട്ടുകിടക്കുകയാണ്. കാരണം അറിയോ, ഈ പറയുന്ന ട്രാൻസ്ഫോമറിനൊന്നും കപ്പാസിറ്റി കൂടിയിട്ടില്ല. KSEB കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ കാര്യമായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. ട്രാൻസ്ഫോമറുകൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, എൻഹാൻസ് ചെയ്തിട്ടില്ല. പല സ്ഥലങ്ങളിലും ട്രാൻസ്ഫോമർ എൻഹാൻസ് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കിടക്കുകയാണ്. ഇപ്പൊ ഇവർ പറയുന്നു, നേരത്തെ എന്തായിരുന്നു, ഇപ്പൊ മറ്റേ ഗ്രിഡിന്റെ ഓട്ടോമാറ്റിക് സ്വിച്ച് ഓഫ് ഒക്കെ നിന്നു കേട്ടോ, ഇപ്പൊ ഇൻഡക്ഷൻ കുക്കറിലേക്ക് പോയി. ഇന്നലെ ഇദ്ദേഹത്തിന്റെ വാദം ലോഡ് കൂടുമ്പോ അപ്പൊ തന്നെ ഇത് ഡ്രിപ്പായി പോകുന്നു എന്നുള്ളതായിരുന്നു. എന്തുകൊണ്ട് അതിന്റെ കപ്പാസിറ്റി കൂട്ടാൻ ഇവർക്ക് കഴിയാതെ പോയത്? അപ്പോ വളരെ കൃത്യമായിട്ട് 10 വർഷത്തെ KSEBയുടെ തെറ്റായ നയവും യാതൊരു വിധത്തിൽ മുൻകാഴ്ചയോട് ദീർഘവീക്ഷണത്തോടു കൂടി കേരളത്തിന്റെ വൈദ്യുതി വിതരണ രംഗം ശക്തിപ്പെടുത്താതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നത്തിലാണ്. കാരണം വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റില്ല. വീട്ടിനകത്തിരുന്ന ശംഖുവരേന് എത്രണ്ണം വരും നമുക്കറിയില്ല. പാവപ്പെട്ട മനുഷ്യർ ഇന്ന് ചൂടത്ത് ഈ പാമ്പിറങ്ങി പാമ്പുകളുടെ കടി കൊണ്ട് ഭരിക്കേണ്ട അവസ്ഥയാണ്. പുറത്തേക്ക് ഇറങ്ങി നിൽക്കാനാണെങ്കിലോ എല്ലാം പ്രശ്നമാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസരത്തിലേക്ക് ഉണ്ടാക്കിയിട്ട് ഇന്ന് ഇവർ വില കൊടുക്കേണ്ടി വരുന്നത് ഇവരുണ്ടാക്കിയ കെട്ടിപ്പൊക്കിയ തെറ്റായ ഇമേജിന്റെ പേരിലാണ്. ഈ സർക്കാർ ഇവർ ചെയ്യേണ്ടത് എന്താ? ലോഡ് കൂടി ശരി, ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നെങ്കിൽ പ്രതിസന്ധി ഉണ്ട് എന്ന് സർക്കാർ തുറന്നു പറയണം ജനങ്ങളോട്. അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് ആണോ? ലോഡ് ഷെഡിംഗ് നടത്ത്, വേറെ മാർഗമില്ല. മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് നടത്തിയാൽ ജനങ്ങൾ ദുരിതത്തിലാവുമോ? ദുരിതത്തിലാവും. പക്ഷെ ദുരിതത്തിന്റെ എമൗണ്ട് കുറയ്ക്കാലോ. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുന്ന ഒരു സംവിധാനം ഇത് കുറയ്ക്കാമല്ലോ. അല്ലെങ്കിൽ മനുഷ്യന് അതനുസരിച്ച് അവരുടെ ജീവിതം പ്ലാൻ ചെയ്യാലോ. അതിന് പകരം ഇവർ കെട്ടിപ്പുണ്ടാക്കിയ വ്യാജ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാതെ ഇന്ന് പവർ കട്ട് നടപ്പായിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അതിന് ഞങ്ങളിട്ട കളസം, നിങ്ങളിട്ട കളസം, ഞങ്ങളിട്ട ബർമുഡ എന്ന് പറയുന്ന പോലെ പവർ